ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗാങ്ടോക്ക് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ സിക്കിമിൽ ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പം ഞങ്ങൾ ചൂസ് ചെയ്ത 2 ഡെസ്റ്റിനേഷനിൽ ഒന്ന് ഗാങ്ടോക്ക് ആയിരുന്നു. എല്ലാവർക്കും അറിയായിരിക്കും ഗാങ്ടോക്ക് ആണ് സിക്കിമിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ. അവിടെയാണ് ചീഫ് മിനിസ്റ്ററും അതുപോലെ തന്നെ അത്യാവശ്യം ഡെവലപ്മെൻ്റ് ഒക്കെ ഉള്ളൊരു സ്ഥലം ഗാങ്ടോക്ക് ആണ്. പിന്നെ ഇവിടെ തണുപ്പും കൂടുതലാണ്. അപ്പം അതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഗാങ്ടോക്കിൽ വരുമ്പം നിങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾസോ ഇവിടെ നമുക്കടുത്ത് മോളും ഉണ്ട്. ഇവരുടെ ഒരു വലിയ മോള് ലുലു മോളിൻ്റെ അത്രയൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം സൗകര്യമുള്ള നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡും എല്ലാം കിട്ടുന്ന അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു മോള് തന്നെയാണ്. അപ്പം ഗാങ്ടോക്കിൻ്റെ നഗരങ്ങൾ എന്ന് പറയുമ്പം ഇങ്ങനെയൊക്കെ കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ് ഇപ്പം. അപ്പം ഞങ്ങളുടെ ഐറ്റിനറിയിൽ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നതുല പാസ് പോകാമെന്നുള്ളതാണ്. സെക്കൻഡ് ചോങ്കോ ലേക്ക്, പിന്നെ നതുല പാസിൻ്റെ അവിടെ തന്നെ ഈ ബാബ മന്ദിറുണ്ട്, ഹർഭജൻ സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ബാബ മന്ദിരമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ നതുല പാസ് നിങ്ങൾ കാണണമെങ്കിൽ നതുല പാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ചൈന ബോർഡറാണ്. അപ്പോൾ അവിടെ നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ സിക്കിമിൽ നമ്മുടെ ആധാർ കാർഡ് അങ്ങനെ അക്സെപ്റ്റബിൾ അല്ല, അത് നേരത്തെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ വോട്ടർ ഐഡിയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ നിങ്ങൾ കരുതി വെക്കണം. ഓൾസോ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം. അപ്പോൾ ഈ നതുല പാസ് കിട്ടണമെങ്കിൽ ഏർലി മോർണിംഗ് 4 o'clock ഒക്കെ നമ്മൾ പോയി നിൽക്കണം. നമ്മളല്ല, നമ്മൾ ടൂർ ഏജൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ പോയി നിൽക്കണം. ഓൾസോ അത് കിട്ടാൻ ഞാൻ പറഞ്ഞല്ലോ 2000 പേർക്ക് മാത്രമേ പെർ ഡേ അലൗഡ് ഉള്ളൂ. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നേരത്തെ കിട്ടാൻ നോക്കുക. പിന്നെ ക്ലൈമറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഓപ്പണിംഗ് ക്ലോസ് ഉള്ളത്. അപ്പം മൺഡേസും ട്യൂസ്ഡേസും ക്ലോസ്ഡ് ആണ്. വെനസ്ഡേ ടു സൺഡേ ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള സമയം. ഓൾസോ റെയിനി സീസണിലും അതുപോലെ തന്നെ ഹെവി സ്നോഫോൾ ഉള്ള സമയം, അതായത് ഡിസംബറിലൊക്കെ നതുല പാസ് കോമൺലി ക്ലോസ്ഡ് ആയിരിക്കും. ഓൾസോ ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ വിസിറ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഫോറിൻ നാഷണൽസിന് നതുല പാസിൽ വരാൻ പറ്റില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം നതുല പാസ് കാണുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പം ക്ലൈമറ്റ് കണ്ടീഷനൊക്കെ ഫേവറബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾസോ നിങ്ങൾ മസ്റ്റായിട്ടും ടൂർ ഏജൻസിയായിട്ടാണ് പോകുന്നതെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക അവർ പാസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. ലാസ്റ്റ് മിനിറ്റത്തേക്ക് വെക്കരുത്, ബിക്കോസ് അവിടം വരെ എത്തിയിട്ട് തിരിച്ചു പോകാന്നുള്ളത് ഭയങ്കര സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നതുല പാസിൽ ഓക്സിജനൊക്കെ കുറവാണെന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഞങ്ങളുടെ കാറിൻ്റെ അടുത്ത് വന്നിട്ട് പോപ്കോണും കർപ്പൂരമൊക്കെ തന്നു. ചെറിയ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞങ്ങളൊരു 4 പാക്കറ്റൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ സ്നോഫോൾ നമ്മൾ എക്സ്പെക്റ്റഡ് അല്ലാത്ത സമയത്തും വരുന്നത് കൊണ്ട് തന്നെ കഴിവതും ഈ നതുല പാസൊക്കെ കാണാൻ വേണ്ടി നേരത്തെ ഇറങ്ങുക. ബിക്കോസ് ഒന്നും ഞാൻ പറഞ്ഞു, ക്ലൈമറ്റ് കണ്ടീഷൻ മോശമാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. പ്ലസ് 2 മണി വരെ മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നതുല പാസിലേക്കും ആ ഒരു ഏരിയയിലേക്കും കുറേ വണ്ടികൾ പോകുന്നുണ്ട്. ബൈക്കിനൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ കാറിലൊക്കെ ആണെങ്കിൽ ഈ ബ്ലോക്ക് വന്നാൽ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ വളവും അങ്ങനത്തെ ഒരു റോഡാണ്. നമ്മുടെ റോഡ് കണ്ടീഷൻസ് അല്ലാത്തത് കൊണ്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ലപോലെ നമ്മുടെ ടൈം പോകുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഞങ്ങളിപ്പം 8 മണിക്കാണ് ഇറങ്ങിയത്, പക്ഷേ എന്നിട്ടും നല്ലൊരു ഡിലേ ഒക്കെ വന്നു. ബ്ലോക്കൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പം പരമാവധി ഒരു 7 മണിക്കോ അല്ലെങ്കിൽ 6:45 ആകുമ്പോഴേക്കും ഇറങ്ങാൻ ശ്രമിക്കുക. പെട്ടെന്ന് കണ്ടപ്പോൾ ലാൻഡ് സ്ലൈഡ് ആണോ എന്ന് ഞാൻ പേടിച്ചു, പക്ഷേ സത്യത്തിൽ പറഞ്ഞത് ലാൻഡ് സ്ലൈഡ് ഒന്നും അല്ല. ഇവർ റോഡിൻ്റെ വികസനത്തിനായിട്ട് ഇവർ തന്നെ പൊട്ടിച്ചിരുന്നതാണ്. റോഡിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ പെട്ടെന്നൊന്നും നടക്കത്തില്ല, കുറേ കാലങ്ങൾ എടുത്തിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഓൾസോ ഞാൻ സിക്കിമിൽ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വഴിക്ക് ഞാൻ പോയപ്പോൾ കുറേ ഫ്ലാഗ്സ് കണ്ടു, ഇങ്ങനെ വൈറ്റ് നിറത്തിൽ. ചില സ്ഥലത്ത് കളർഫുള്ളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഡ്രൈവറിൻ്റെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു എന്താണ് ഈ ഫ്ലാഗ്സ് എന്ന്. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഞാൻ ഉദ്ദേശിച്ച ഫ്ലാഗ്സ്. ഇപ്പോൾ ബുദ്ധിസത്തിലുള്ള പ്രെയർ ഫ്ലാഗ്സ് ആണിത്. ആക്ച്വലി ഓരോ ആൾക്കാർ മരിക്കുമ്പോഴും അവർക്ക് വേണ്ടി ഇങ്ങനെ ഓരോ ഫ്ലാഗ് ഇവർ കുത്തിവെക്കും. കുറേ നേരത്തിന് ശേഷമാണ് ചെറിയ ചെറിയ കടകളൊക്കെ ഞങ്ങൾ കണ്ടത്. അവിടെ അത്യാവശ്യം ലേസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. മെയിൻലി പോപ്കോണൊക്കെ ആയിരിക്കും ഇവർ വിൽക്കുക. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി അങ്ങനെ ഒന്നും വാങ്ങാനൊന്നും നിന്നില്ല. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു
മഞ്ഞിൽ പൊതിഞ്ഞ മല കാണാൻ പറ്റും ദൂരെ. ആക്ച്വലി ഞങ്ങൾക്കത് അടുത്തടുത്ത് എത്തുമ്പോഴേക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആ ഒരു മല കാണാൻ വേണ്ടിയിട്ട്. നല്ല ബ്യൂട്ടിഫുള്ളാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പോൾ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ആ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാത്തത്. ബൈക്കിനൊക്കെ പോവുകയാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ്. ആക്ച്വലി ഞങ്ങളിപ്പം മല കയറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുപോലെ കുറേ നേരം നമുക്ക് കയറാനുണ്ട് കേട്ടോ. ആക്ച്വലി പറയുകയാണെങ്കിൽ ഗാങ്ടോക്കിൽ നിന്ന് 56 കിലോമീറ്റേഴ്സേ ഉള്ളൂ നദില പാസിലേക്ക്. പക്ഷേ ഇതുപോലെ നമുക്ക് കുറേ നേരം മല കയറാനുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ നദുല പാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. സ്നോഫാളും ഉണ്ടാകാനൊക്കെ ചാൻസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ മാക്സിമം നമ്മൾ കൈയൊക്കെ നല്ലപോലെ മൂടാൻ നോക്കുക. ഓൾസോ ഷൂസ് ഇടുന്നതിന് പകരം ബൂട്ട്സ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ജാക്കറ്റൊക്കെ നല്ല ജാക്കറ്റ് തന്നെ ഇടുക. ഇൻ കേസ് നിങ്ങൾക്ക് അതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തൊട്ടടുത്ത് തന്നെ നമുക്ക് റെൻറ്റിന് പല സാധനങ്ങളും കിട്ടും. ബൂട്ട്സും ജാക്കറ്റും മാത്രമേ നമുക്ക് റെൻറ്റിന് കിട്ടുകയുള്ളൂ. ബാക്കി നമുക്ക് സ്വന്തം പൈസയ്ക്ക് തന്നെ വാങ്ങണം. സോക്സും അതുപോലെ തന്നെ കയ്യിലിടേണ്ട സാധനങ്ങളൊക്കെ. തല കവർ ചെയ്യുന്ന ജാക്കറ്റ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം നമ്മുടെ മേത്ത് മഞ്ഞ് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ മഴയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ജാക്കറ്റ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ കറക്റ്റ് സൈസിനൊക്കെ ഉള്ള ജാക്കറ്റും അതുപോലെ തന്നെ ബൂട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സൈസിനെ മാക്സിമം നിങ്ങൾ എടുക്കാൻ നോക്കുക. ബിക്കോസ് നമുക്ക് സ്നോയിലൊക്കെ നല്ല രീതിക്ക് നടക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്താൻ ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴിയിൽ കണ്ടതാണ് ഇങ്ങനെയുള്ളൊരു ബ്യൂട്ടിഫുൾ വ്യൂ. ആൾക്കാർ ഇവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. കാരണം നല്ല വലിയ മലയാട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഏരിയസിലൊന്നും നമുക്ക് ആളുകൾ താമസിക്കുന്ന വീടോ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നദുല പാസൊക്കെ എത്താൻ കുറച്ചും കൂടി ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് ചെറുതായിട്ട് മഴ തോളിയതുകൊണ്ടാണ് റോഡൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത്. അപ്പോൾ നദുല പാസിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ചോങ്കോ ലേക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 18 കിലോമീറ്റേഴ്സേ ചോങ്കോ ലേക്കിലുള്ളൂ. ഈ കാണുന്നതാണ് ചോങ്കോ ലേക്ക്. പേര് വേറെ രീതിയിലാണെങ്കിലും ഇവർ പ്രൊണൗൺസ് ചെയ്യുന്നത് ഇങ്ങനത്തെ രീതിയിലാട്ടോ. ഡ്രൈവറാണ് ഈ ഒരു പേര് പറഞ്ഞത്. അപ്പോൾ നദുല പാസ് എത്തുന്നതിന് ഒരു 2 കിലോമീറ്റർ മുന്നെയാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത് ഞങ്ങളുടെ വണ്ടിക്ക് നദുല പാസിലേക്ക് പോകാനുള്ള പാസ് ഇല്ലയെന്ന്. അപ്പോഴേക്കും ഏകദേശം കുറേ വണ്ടികളൊക്കെ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 1 മണിക്കൂറോളം തിരിച്ചു വരുന്ന വണ്ടികളിൽ ഏതെങ്കിലും വണ്ടി ഞങ്ങളെ കയറ്റുമോ എന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. കുറേ കൈ കാണിച്ചു. പക്ഷെ അപ്പോഴേക്കും നല്ലപോലെ സ്നോ ഒക്കെ വരാനും തുടങ്ങി. അതുപോലെ തന്നെ 2 മണി ആകാനും തുടങ്ങി. അങ്ങനെ 1 മണിക്കൂർ നമ്മൾ ജസ്റ്റ് വണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ സമയം കളഞ്ഞു. പിന്നെ ഒരു ആവശ്യമില്ല അവിടെ നിന്നിട്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു. കാരണം എന്ന് വെച്ചെങ്കിൽ ഏകദേശം 2 മണിയായി. അതായത് നദുല പാസ് ക്ലോസും ചെയ്തു. പിന്നെ കാലാവസ്ഥയും ഏകദേശം നല്ലപോലെ സ്നോഫോളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ചോങ്കോ ലേക്കിലേക്ക് പുറപ്പെട്ടു. ചോങ്കോയിലേക്ക് എത്താനായപ്പോഴേക്കും നല്ലപോലെ സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലപോലെ മൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചോങ്കോ ലേക്കിനാണെങ്കിലും 4 PM വരെ ഉള്ളൂ എൻട്രി ടൈം. അപ്പോൾ അതിന് മുന്നേ നമ്മളത് കാണുന്നുള്ളത് വേറൊരു ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നദുല പാസ് വരെയൊക്കെ കാണാൻ പറ്റിയില്ല. ചോങ്കോ ലേക്കിലും നല്ലപോലെ സമയം സ്പെൻഡ് ചെയ്യാനും പറ്റിയില്ല.
കുറച്ച് ബ്ലോക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു 3 PM കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പം ഇവിടുന്ന് ഞങ്ങൾക്ക് കേബിൾ കാറിൽ കുറച്ചൊരു ദൂരം ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ക്ലോസിങ് ടൈമൊക്കെ ആയി. കാരണം എന്ന് വെച്ചാൽ ആരും തന്നെ വേറെ കേബിൾ കാറിൽ കയറാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ പോയി കേബിൾ കാറിലൊക്കെ പോയി ആ സ്ഥലത്തെത്തി. ഒരു സ്ഥലമുണ്ട്, കുറച്ച് ദൂരം നമുക്ക് ഈ ട്രാവൽ ചെയ്യാണ്ട്, വലിയ ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളൂ. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. നമുക്ക് ഫുള്ളി മലകളും അങ്ങനെ എല്ലാം ചൊങ്കോലേക്കും എല്ലാം കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ചെറുതായിട്ടൊരു കോഫി ഷോപ്പും ഉണ്ട്. അവിടെ തന്നെ നമുക്ക് ചൂടുള്ള മാഗിയും കിട്ടും. ആക്ച്വലി അത് നല്ലൊരു റിലീഫായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലൊന്നും ഗ്ലൗസ് ഇടാതെ കൈയൊക്കെ നല്ലപോലെ മരച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നദില പാസിലേക്ക് പോകുന്നവർക്കായിട്ട് ഓക്സിജൻ സിലിണ്ടേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഇപ്പം എല്ലാവരും തന്നെ നദില പാസിൽ നിന്ന് പോയി വന്നുകൊണ്ട് ആരും വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് ചോങ്കോ ലേക്കിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ. ഇവിടുന്ന് നമുക്ക് കേബിൾ കാറിന് ഇനിയും പോകാണ്ട് കുറച്ചും കൂടി ദൂരത്തേക്ക്. ആക്ച്വലി രാവിലെ പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് കേബിൾ കാറിൻ്റെ പുറത്തുനിന്ന് സ്നോഫോളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. ഇപ്പം ഞങ്ങൾ ഏകദേശം എത്തിയിട്ടുണ്ട്. ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയും നല്ലപോലെ സ്നോഫോൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കധികം ഇറങ്ങാനൊന്നും പറ്റിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സ്റ്റെപ്പൊക്കെ ആയിട്ട് താഴേക്ക് ഇറങ്ങാനും അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ടൈം റെസ്ട്രിക്ഷനും കാലാവസ്ഥ റെസ്ട്രിക്ഷനും കാരണം ഞങ്ങൾക്കതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു ധൈര്യം കൂടി ഉണ്ടായിരുന്നില്ല. ബിക്കോസ് കറക്റ്റ് ഫിറ്റിനുള്ള ബൂട്ട്സ് ഒന്നും അല്ല ഇട്ടത്. പിന്നെ സ്ലിപ്പായിട്ട് എന്തെങ്കിലും പറ്റിയാലും വിചാരിച്ചുകൊണ്ട് ഇവിടുന്ന് തന്നെ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ചു. ചെറിയ സ്നോ ഉള്ളെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നൊക്കെ ഇറങ്ങി നമുക്ക് കുറച്ചും കൂടി നടക്കാനൊക്കെ പറ്റുമെന്ന്. പക്ഷേ സാരമില്ല, സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്തു. അതിൽ ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. മാഗി കഴിച്ചതിന് ശേഷം ചെറിയൊരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. ബിക്കോസ് നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് നല്ല ബ്ലോക്കും ഉണ്ടാവും. തിരിച്ച് ഗാങ്ടോക്കിലേക്ക് എത്തണം. നല്ല ബ്ലോക്കിന് മുന്നേയും നല്ല മൂടലൊക്കെ എത്തുന്നതിന് മുന്നേയും ഗാങ്ടോക്കിൽ എത്തണം. ബിക്കോസ് നല്ല മഴയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങൾ കേബിൾ കാറിൽ നിന്ന് കണ്ട വ്യൂസാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. സ്നോഫോളും നല്ലപോലെ കൂടിയിട്ടുണ്ടായിരുന്നു. കയറുന്നതിനെക്കാട്ടും കൂടുതൽ സ്നോഫോളായിരുന്നു താഴേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള മലയും വ്യൂസും എല്ലാം കാണാൻ പറ്റും. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ സിക്കിം വന്നിട്ടുണ്ടെങ്കിൽ ചോങ്കോലേക്കും നദില പാസും കാണാതെ പോകരുത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ സിക്കിം വിശേഷമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.